ഇത് രണ്ടാം തവണയാണ് ഡൽഹി മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ രാജി. അഴിമതിക്കെതിരെയുള്ള ലോക്പാൽ ബിൽ പാസാക്കാൻ കഴിയാതെയാണ് 2014 49 ദിവസത്തെ ഭരണശേഷം അരവിന്ദ് കെജ്രിവാൾ അധികാരമൊഴിഞ്ഞത്. എന്നാൽ അഴിമതിയുടെ പേരിലാണ് 4.5 വർഷത്തിനു ശേഷമുള്ള ഇപ്പോഴത്തെ രാജിപ്രഖ്യാപനം. അഴിമതിക്കെതിരെ പടനയിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഭരണത്തിന്റെ അമരത്തെത്തിയത്. 2013 കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. കോൺഗ്രസിന്റെ പിന്തുണയോടെയുള്ള ആദ്യ സർക്കാരിന് വെറും 49 ദിവസത്തെ ആയുസ് മാത്രം. പ്രധാന വാഗ്ദാനമായിരുന്ന ലോക്പാൽ ബിൽ പാസാക്കാൻ കഴിയാതെയായിരുന്നു രാജി. 2015 70-ൽ 67-ഉം 2020-ൽ 62-ഉം സീറ്റ് നേടിയാണ് ആം ആദ്മി പാർട്ടി ഭരണത്തിലേറിയത്. വാഗ്ദാനങ്ങളും ഭരണ നേട്ടങ്ങളും ഉയർത്തിയായിരുന്നു ആ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടതെങ്കിൽ ഇപ്പോൾ സാഹചര്യം അതല്ല. അഴിമതിക്കെതിരെ നിലകൊണ്ട നേതാവ് അഴിമതിക്കേസിൽ പ്രതിയാണ്. അധികാരത്തിലിരിക്കുമ്പോൾ ജയിലിൽ കഴിഞ്ഞ ആദ്യ മുഖ്യമന്ത്രിയാണ്. രാജിവെച്ചാലും തെരഞ്ഞെടുപ്പ് ജയിച്ചാലും അരവിന്ദ് കെജ്രിവാളിന് നിയമ നടപടികൾ നേരിടണം. അപ്പോൾ രാഷ്ട്രീയ പോരാണ് അരവിന്ദ് കെജ്രിവാൾ ലക്ഷ്യമിടുന്നത്. BJPക്കും നരേന്ദ്രമോദിക്കും ചുട്ട മറുപടി നൽകണം. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി, സംസ്ഥാനത്ത് അരവിന്ദ് കെജ്രിവാൾ എന്നിങ്ങനെയായിരുന്നു കഴിഞ്ഞ 2 തവണയും ഡൽഹി ജനത വിധി എഴുതിയത്. കലങ്ങിമറിയുന്ന സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ജനവിധി അനുകൂലമാക്കേണ്ടത് അരവിന്ദ് കെജ്രിവാളിന് നിലനിൽപ്പിന്റെ കാര്യവുമാണ്. പൊളിറ്റിക്കൽ ഡെസ്ക് 24.